ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ യൂട്യൂബിലൂടെ ചില സഹോദരിമാർ പല രൂപത്തിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ വിമർശിച്ചുകൊണ്ട് അവർ കുറേ ഈ സ്ത്രീകളെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കുറേ ആൾക്കാർ കാണാനുണ്ടാകും. അത് പുരുഷന്മാരെ പോലല്ല. അവർക്ക് കിട്ടുന്ന റീച്ചുകളും അവർക്ക് കിട്ടുന്ന അംഗീകാരവും നമ്മളെ പോലത്തെ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ അവരെ വീഡിയോ എടുത്തുകൊണ്ട് അവരെ വിമർശിച്ച് വീഡിയോ ചെയ്താൽ നമ്മൾക്കതിലെന്തോ മഹത്വമുണ്ട് എന്ന് വിചാരിച്ച് നമ്മളാരും ചെയ്യരുത്. അവർ മനസ്സിലാക്കുന്നത് അവരൊരു വ്യക്തിഹത്യ നടത്തിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾക്ക് അതിലൂടെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചാൽ ആ തിന്നുന്നത് തനിച്ച ഹറാമാണ്, കുറ്റമാണ്, തെറ്റാണ്. അതിനേക്കാൾ നമുക്ക് നല്ലത് നമ്മളെ അയൽവക്കത്തുണ്ടാക്കിയ കൃഷികളൊക്കെ ഉണ്ടാകും, അയൽവാസിൻ്റെ സമ്മതം കൂടാതെ അതൊക്കെ എടുത്ത് തിന്നുക, എന്നപോലെ മറ്റുള്ളവരിൽ നിന്ന് കവർന്നെടുത്ത് തിന്നുക. ഇതൊക്കെ ഹറാമാണ്, തെറ്റാണ്, കുറ്റമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കാണ്ട് നമ്മൾ നല്ല ആളുകളാണെന്ന് നമ്മൾ ധരിച്ചു പോവുക. നമ്മളൊക്കെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ കാറ്റ് പോയാൽ നമ്മളിവിടെ ചെയ്ത നന്മകൾ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നാണ് നോക്കുക. അതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നാണ് നോക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറ്റം കുറവും നോക്കി പറഞ്ഞിട്ട് നമുക്കിവിടെ ഇനി നന്നാകാൻ സമയമിവിടെ. എന്നാൽ ആക്ഷേപിക്കപ്പെടുന്നവർ ഇന്ന അയാൾ ആക്ഷേപിച്ചല്ലോ അതുകൊണ്ട് ഇനി ഞാൻ നന്നാകൂല എന്ന് പറയാൻ പറ്റില്ല. അവർ ഉടനടി നന്നാകുക. ചിലപ്പോൾ നല്ല കാര്യം പറഞ്ഞതല്ലേ, അത് ആര് പറഞ്ഞാലും അംഗീകരിക്കണം. അത് അയാൾ പറഞ്ഞുകൊണ്ട് അയാളോടുള്ള വാശി തീർക്കാൻ വേണ്ടി കുറച്ചു കാലം കൂടി ഞാൻ കേടട്ടെ എന്നിട്ട് നന്നാകാന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ. അതിന് കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ കാലത്തിലേക്ക് നമ്മൾ ആയുസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. താടി നിരക്കാത്ത, തലൊന്നും നിരക്കാത്ത ചെറിയ ചെറിയ യുവാക്കൾ ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ അവരെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു വൈകുന്നേരം. വീട്ടിലുള്ള കുട്ടികളും ഭാര്യയും മക്കളും ഒക്കെ എന്ത് ചെയ്യാണ്? എൻ്റെ ഭർത്താവ്, എൻ്റെ ഉപ്പ, എൻ്റെ എല്ലാമായ ഉപ്പ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരും, ഞങ്ങൾക്ക് അതിനുള്ള മുട്ടായി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന എത്രയെത്രയോ കുടുംബങ്ങളിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തുമായിട്ട് വന്നതുണ്ടെന്നറിയോ? നമ്മളും അതുപോലെ പോകാനുള്ളതാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തൊന്ന് ചിന്തിക്കണം. ഞാനും നമ്മളൊക്കെ എന്താണ്, നമ്മൾ പറയുന്ന വാക്കും പ്രവൃത്തിയും നന്നാവണം, എങ്കിലേ അതിനൊരു ഫലം കിട്ടുള്ളൂ. അല്ലാതെ എന്താണെന്ന് വെച്ചാൽ കുറേ തിന്ന് കുടിച്ച് കൂത്താടി നടന്നാൽ അതൊന്നും നമുക്ക് ആഖിറത്തേക്കുള്ളൊരു മുതലായി കിട്ടൂല. ആഖിറത്തിലേക്കുള്ള മുതലാവണം, ദുനിയാവിലേക്കുള്ള മുതലും ആവണം. അതിന് വളരെ പരിശ്രമിക്കണം. നമ്മളെ നാവിനെ സൂക്ഷിക്കണം, നമ്മുടെ വാക്ക് സൂക്ഷിക്കണം. ഒക്കെ സൂക്ഷിച്ച് നമ്മളെ പ്രവൃത്തി സൂക്ഷിക്കണം. ഈ ആയുസ് എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. കുഴഞ്ഞ് കടന്നാൽ നമ്മൾ